കാലിക്കറ്റ് സർവകലാശാലയിലെ വിസി നിയമനത്തിൽ ഗവർണർക്കെതിരെ സർക്കാർ നിയമ പോരാട്ടത്തിന് ചാൻസലറുടെ നീക്കത്തിനെതിരായി കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിജ്ഞാപനം വിദ്യാഭ്യാസ നയത്തിന്മേലുള്ള സംഘപരിവാറിന്റെ പുതിയ കടന്നുകയറ്റമാണെന്നും മന്ത്രി പറഞ്ഞു. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സർക്കാർ പ്രതിനിധിയായ എ സാബുവിന്റെ ആവശ്യം ഗവർണർ തള്ളിയിരുന്നു. വളരെ ജനാധിപത്യ വിരുദ്ധവും ചട്ടങ്ങൾക്ക് വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ ഖേദകരവും നിർഭാഗ്യകരവുമാണ് ഇത്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റാണ് നമ്മൾ കാണുന്നത്. കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അമിതാധികാര പ്രയോഗം നടത്തുന്നത് വളരെയധികം അപലപനീയമായ കാര്യമാണ്. സംഘപരിവാര ശക്തികൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അമിതാധികാര പ്രയോഗങ്ങളുടെ ഒരു പുതിയ അധ്യായം ആണ് എന്നാണ് പറയാനുള്ളത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കാലിക്കറ്റ് വിസി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നിലപാടിനെതിരെ, ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിന് തന്നെ തയ്യാറെടുക്കുകയാണോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്? ദിവ്യ, തീർത്തും അസാധാരണമായ ഒരു നടപടിയിലൂടെയായിരുന്നു കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനവുമായി ബന്ധപ്പെട്ടൊരു വിജ്ഞാപനം ഗവർണർ നേരിട്ടിറക്കുന്നത്, രാജ്ഭവൻ നേരിട്ടിറക്കുന്നത്. സാധാരണഗതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിൽ വിസി നിയമനത്തിലുള്ള വിജ്ഞാപനം അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇറക്കുന്നത്. അതൊക്കെ മറികടന്നാണ് നിലവിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർക്കാരിന്റെ പ്രതിനിധി, സെനറ്റ് നോമിനേറ്റ് ചെയ്ത പ്രതിനിധി എ സാബു പിന്മാറുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പിന്മാറ്റം അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് സാബുവിന് നൽകുകയും തുടർന്ന് വിജ്ഞാപനം ഇറക്കുകയും ചെയ്ത് വിസി നിയമനം രാജ്ഭവൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്ത് നടത്തും എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു രാജ്ഭവൻ എത്തിയത്. അവിടെ വരുന്ന അഭിമുഖത്തിനായി വരുന്ന അപേക്ഷകൾ ഉൾപ്പെടെ ക്രോഡീകരിക്കുന്നത് ഉൾപ്പെടെ അത് രാജ്ഭവനായിരിക്കും എന്നറിയിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വിജ്ഞാപനം ഇറക്കിയത്. ഇങ്ങനെയൊരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത്. നിയമപരമായി നേരിടും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ അങ്ങനെയുള്ള സൂചനകളുണ്ടായിരുന്നു. സ്വാഭാവികമായും സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം ആയി തന്നെയാണ് സർക്കാർ ഈ വിഷയത്തെ കണ്ടത്. ഈ ഗവർണറുടെ ഈ തീരുമാനം, ഈ നീക്കം അത് സുപ്രീം കോടതി ഉത്തരവുകളെ പോലും വെല്ലുവിളിക്കുന്നതല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ വിസി നിയമനവുമായി ബന്ധപ്പെട്ട അധികാര തർക്കം ഉൾപ്പെടെ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ ഇങ്ങനെയൊരു തർക്കമുണ്ടായ ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ ഒരു സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുകയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കാണ് ഇതിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സെർച്ച് കമ്മിറ്റി നൽകിയ ലിസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിനിടയിലാണ് ഇപ്പോൾ നേരിട്ട് സർക്കാർ പോലും വിജ്ഞാപനം ഇറക്കേണ്ടതില്ല, രാജ്ഭവൻ തന്നെയാണ് വിജ്ഞാപനം ഇറക്കുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരുമായൊരു നേരിട്ട ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ ഗവർണർ കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അടുത്ത നിയമ പോരാട്ടത്തിലേക്കാണ് കടക്കുക. നേരത്തെ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ 12 സർവകലാശാലകൾക്കും സ്ഥിരം വിസി നിയമനം ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയൊക്കെ ലഭിച്ചിരുന്നെങ്കിലും പക്ഷേ ഗവർണർ അതിന് തയ്യാറല്ല എന്നുള്ള കൃത്യമായ നിലപാട് അറിയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ നിന്ന് സർക്കാർ പ്രതിനിധി പിന്മാറിയതിനു ശേഷം സാധാരണ നിലയിൽ സെർച്ച് കമ്മിറ്റി അസാധുവാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല, സെർച്ച് കമ്മിറ്റി നിലനിൽക്കും. ഈ സാബുവിന്റെ പ്രതിനിധിയായി നിശ്ചയിച്ച തീരുമാനം സെനറ്റ് ആണ് അതിൽ തള്ളേണ്ടത്, തങ്ങളുടെ പ്രതിനിധിയെ പിൻവലിക്കുന്നു എന്ന് അറിയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നേരിട്ട് സാബു അറിയിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവർണർ വിജ്ഞാപനം ഇറക്കിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് മറ്റു നടപടികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ ഗവർണർ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കാലിക്കറ്റ് വിസി നിയമനം അത് ഇപ്പോൾ സർക്കാർ കൂടി കോടതിയിൽ പോകാൻ തീരുമാനിച്ചതോടെ അത് വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് സർവകലാശാലകളിലെ വിസി നിയമനവും ഇതേ രീതിയിൽ തന്നെ വീണ്ടും വൈകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ഗവർണർ സർക്കാർ പോരെ എന്നതിനപ്പുറം ഗവർണർ ഏകപക്ഷീയമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു എന്നതിലേക്ക് കൂടി ഈ വിഷയം കടക്കുന്നു എന്നത് എടുത്തു കാണേണ്ടതാണ്. കാരണം ഉന്നത നീതി വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ച് കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സാധാരണഗതിയിൽ ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത നിലയിലാണ് നേരിട്ട് രാജ്ഭവൻ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ വിജ്ഞാപനം ഇറക്കിയതിലൂടെയും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയും മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്കും സർക്കാർ രാജ്ഭവൻ പോരാട്ടത്തിന്റെ മറ്റൊരു വശത്തിലേക്കും എത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ദിവ്യ.